കേരള വന നിയമ ഭേദഗതി ബില്ലിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം ഉത്തര കൊറിയയിൽ നടപ്പിലാക്കേണ്ട നിയമം. വനംവകുപ്പിന്റേത് ജനപക്ഷത്ത് നിൽക്കുന്ന നിലപാടല്ല. ഭരണഘടനാ വിരുദ്ധമായ ബിൽ അടിയന്തരമായി പിൻവലിക്കണം. ബിൽ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അല്ലാത്തപക്ഷം സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. നിൽക്കുന്ന സാഹചര്യമാണ്. കർഷകന്റെ കൃഷിഭൂമിയെ ബഫർ സോണാക്കി മാറ്റുക, അതിനുശേഷം അതിനെ വനഭൂമിയാക്കി മാറ്റുക, അതിലൂടെ വനാതിർത്തി വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദം ഉണ്ടാക്കി കാർബൺ ഫണ്ട് സ്വരൂപിക്കുക, ഇതൊക്കെയാണ് നാളിതുവരെയും ഇവിടെ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ. വീണ്ടും വീണ്ടും വനം വകുപ്പിനെ കുറിച്ച്, വനം വകുപ്പിന്റെ കൃത്യവിലോപത്തെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത്. തീർച്ചയായും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, കേരള വന നിയമ ഭേദഗതി ബില്ലിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ശക്തമായ ഭാഷയിൽ തന്നെയാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്? രോഹിണി, കേരള വന നിയമ ഭേദഗതി ബില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉന്നയിച്ചത്. കരട് വിജ്ഞാപനവും അങ്ങേയറ്റം ദുഃഖവും നിരാശയും തോന്നിപ്പിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വനം വകുപ്പിലെ കൃത്യവിലോപത്തെ കുറിച്ച് വീണ്ടും പറയേണ്ടി വരുന്നതിൽ തനിക്ക് വിഷമമുണ്ട്. ഉത്തര കൊറിയയ്ക്ക് സമാനമായ രാജ്യങ്ങളിൽ നടപ്പാക്കേണ്ട നിയമങ്ങളാണിത്. ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ആധിപത്യമാണോ നടപ്പിലാക്കുന്നതെന്ന് സംശയിക്കേണ്ടി വരും. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർക്ക് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാൻ കസ്റ്റഡിയിൽ നിർത്താനുള്ള അധികാരം നൽകുന്നതാണ് പുതിയ നിയമമെന്ന് അദ്ദേഹം പറയുന്നു. വനം വകുപ്പിനെ കയറൂരി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആളുകളുടെ മേൽ കുതിര കയറാനുള്ള ലൈസൻസ് ആണ് ഈ പുതിയ നിയമമെന്നും അദ്ദേഹം പറയുന്നു. ഈ നിയമം വിരുദ്ധമാണ്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പുതിയ നിയമത്തെ കുറിച്ച് ഗൗരവമായ ചർച്ച ചെയ്യണം. ഈ നിയമം തള്ളിക്കളയണം. ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇത് തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നൽകിയിരിക്കുന്നത്. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പാണ് വനം മന്ത്രി തന്നത്. എന്നിട്ടിപ്പോൾ പുതിയ നിയമവുമായി വന്നിരിക്കുന്നു എന്ന വിമർശനവും ആർച്ച് ബിഷപ്പ് ഉന്നയിക്കുന്നുണ്ട്. രോഹിണി, മിഥുൻ, ജോസഫ് പാംപ്ലാനിയുടെ ഈ നിലപാട് രാഷ്ട്രീയമായി നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർത്തും രാഷ്ട്രീയമായി LDF സർക്കാരിന്റെ നയങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ പലപ്പോഴും സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ ഈ വന നിയമത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നതെന്ന് ആവർത്തിക്കുകയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്. ശക്തമായ പ്രതിഷേധം, ഈ നിയമം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സർക്കാർ കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. രോഹിണി, ശരി മിഥുൻ. കേരള വന നിയമ ഭേദഗതി ബില്ലിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വന നിയമ ഭേദഗതി കരട് വിജ്ഞാപനം ഉത്തര കൊറിയയിൽ നടപ്പിലാക്കേണ്ട നിയമം. വനംവകുപ്പിന്റേത് ജനപക്ഷത്ത് നിൽക്കുന്ന നിലപാടല്ല. ഭരണഘടനാ വിരുദ്ധമായ ബിൽ അടിയന്തരമായി പിൻവലിക്കണം. ബിൽ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പാംപ്ലാനി പറഞ്ഞു. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.